നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ വളരെ സഹിഷ്ണുതയോടെ ഇസ്ലാമിനെ അടുത്തറിയുകയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പലവരും ആവർത്തിച്ച് വായിക്കുകയും ചെയ്ത ഒരു ഹൈന്ദവ സന്യാസിയാണ് ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ ഗുരു നിത്യ ചൈതന്യയതി. അദ്ദേഹം ഒരിക്കൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ ഒരു ഇസ്ലാമിക പ്രബന്ധ മത്സരത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഹൈന്ദവനായ സ്വാമിജി പറഞ്ഞുവത്രേ, വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. അറബി ഭാഷ എനിക്കറിയില്ലെങ്കിലും അതിന്റെ മലയാള പദാനുപദ മൊഴി ഞാൻ മുമ്പിൽ വെച്ച് വിശുദ്ധമായ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. ആ വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങളിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത്, എന്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ചത്, ഖുർആനിന്റെ 6600 പരം വരുന്ന സൂക്തങ്ങളിൽ എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചത് പ്രഥമ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ അള്ളാഹു പറഞ്ഞ ഒരു ആയത്താണ്. എന്നിട്ട് അദ്ദേഹം കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടയ്ക്കുകയും നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് ആഹാരം തരികയും ഈ ലോകത്തെ മുഴുവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കാൻ കഴിവുള്ള അല്ലാഹു പറയുന്നു, ഫദ്കുറൂനി, എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ എന്നെ സ്മരിക്കണേ. അല്ലാഹു പറയുകയാണ്, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ സ്മരിക്കണേ. അത് കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ അത് കുറുക്കും, എപ്പോഴും നിങ്ങളെ ഞാനും ഓർത്തുകൊള്ളാം. വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, നിങ്ങൾ എന്നോട് കൃതജ്ഞത കാണിക്കണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് കൃതജ്ഞത കാണിക്കാൻ പാടില്ല. ഈ ഒരു സൂക്തം എന്റെ മനസ്സിന് വല്ലാതെ ഉടക്കി നിന്നു. കാരണം ലോകത്തിന്റെ മുഴുവന് സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ തന്റെ അടിമകളോട് ഇത്രത്തോളം കാരുണ്യത്തോടെ സംസാരിക്കുമോ? ഒരു ഉടമ തന്റെ അടിമകളോട് ഇത്രത്തോളം സ്നേഹവാത്സല്യത്തോടെ പറയുമോ? ഫദ്കുറൂനി, എപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഓർക്കുമോ എപ്പോഴും നിങ്ങൾ എന്നെ ഓർക്കണം, അപ്പോഴെല്ലാം അത് കുറുക്കും, നിങ്ങളെ ഞാൻ ഓർത്തുകൊള്ളാം. നിങ്ങൾ എപ്പോഴെന്നെ സ്മരിച്ചാലും എന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുകയില്ല എന്ന് ഇത്രത്തോളം സ്നേഹത്തോടെ പ്രപഞ്ച സിട്ടാവായ മനസ്സിട്ടാവായ അള്ളാഹു പറയുന്നത് കേട്ടപ്പോ ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ വല്ലാതെ തലകുനിച്ചു പോയി എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം ആയിരുന്നില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ സമാദരണീയനായ സഹിഷ്ണുതയോടെ സഹകരണത്തോടെ നമ്മെ സമീപിച്ച ഒരു ഹൈന്ദവ സഹോദരന്റെ വാക്കുകളിലൂടെ ഞാൻ തുടങ്ങിയത്, അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും മുസ്ലിമായി ജനിച്ചവനല്ല, മുസ്ലിമായി മരിച്ചവനല്ല, മുസ്ലിമായി ജീവിച്ചവനല്ല. എന്നിട്ട് പോലും ഒരു മനുഷ്യൻ, ഒരു ഹൈന്ദവ സഹോദരനും അള്ളാഹുവിന്റെ സ്നേഹവും തന്റെ അടിമകളോടുള്ള സാമീപ്യവും മനസ്സിലാക്കാൻ അറബി പദത്തിന്റെ അർത്ഥമറിയാതെ മലയാളത്തിന്റെ പദാനുപദം ഒടിയെ മുൻപിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോ, അള്ളാഹുവിന്റെ ഖുർആനിനെ പഠിക്കുമ്പോ അയാൾക്ക് പോലും മനസ്സിലായിരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് എന്ന പ്രവിശാലമായ ഒരു വിഷയം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഥമ സൂക്തം മുതൽ വിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യം പറയുന്ന വിശുദ്ധമായ സൂക്തം മുതൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ തുടക്കവും ഏകത്വമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ഒടുക്കവും തൗഹീദിലാണ് അവസാനിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പ്രഥമ സൂക്തം നിങ്ങൾ ആവർത്തിച്ച് ഒരു ദിവസം 17 പ്രാവശ്യം പാരായണം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആദ്യമായി വിശുദ്ധമായ ഖുർആൻ തുറക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മി ഖുർആന്റെ പ്രവേശികയാണ്. ഖുർആനിലേക്ക് പ്രവേശിക്കാനുള്ള ബിസ്മി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആദ്യത്തെ സൂക്തം ഏതാണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യം ഓതുമ്പോ അള്ളാഹു പറയുന്നു, നീ സ്മരിക്കേണ്ടത് എന്നെ കുറിച്ചിട്ടാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവേ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സർവസ്തുതി വചനങ്ങളും
നിനക്കാണ് തമ്പുരാനെ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്നെ സ്തുതിക്കുന്നത് വെറുതെയല്ല, ഞാൻ നിന്നെ സ്തുതിക്കുന്നത് എന്റെ വെറുതെ ഒരു അധര വ്യായാമമല്ല. എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ സ്തുതിക്കുന്നതെന്നറിയുമോ? റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവ് നീയാണ് തമ്പുരാനെ. നീയില്ലാതൊരു രക്ഷിതാവില്ല, നീയല്ലാതൊരു ഖാലിക്കില്ല, നീയല്ലാതൊരു റാസിക്കില്ല, നീയല്ലാതൊരു മാലിക്കില്ല. എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന തമ്പുരാനെ. ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനും അല്ലാഹുവേ വെറും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച തമ്പുരാനെ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ പരിമിതമായ 6 ദിവസങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു മേൽക്കൂര പോലെ പരന്ന് പ്രവിശാലമായി കിടക്കുന്ന ഈ ഗഗനലോകത്തെ സൃഷ്ടിച്ച തമ്പുരാൻ. ആ ഗഗനലോകത്തിന്റെ താഴ്ഭാഗത്ത് സർവ്വ മനുഷ്യനും കളിത്തൊട്ടിൽ പോലെ ആടിക്കിടക്കുന്ന ഈ ഭൂമിയെ പരവതാനി പോലെ വിരിച്ച തമ്പുരാൻ. അതിനെ മാത്രമല്ല വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വ വസ്തുക്കളെയും, ആകാശമല്ല ഭൂമിയല്ല അതിന്റെ ഇടയിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ, ഈ നീലാകാശത്തിൽ തത്തിക്കളിക്കുന്ന ചന്ദ്രഗോളത്തെ, ഈ കാണുന്ന കത്തിജ്വലിക്കുന്ന സൂര്യനെ, നെബൂലകളെ, താരാപഥങ്ങളെ, ഉൽക്കകളെ, ക്ഷീരപഥങ്ങളെ, ഇതിന്റെ ഇടയിലൂടെ പറന്നു പോകുന്ന കൊച്ചു പറവാദികളെ, ഈ മാമരങ്ങളെ, ഈ മാമയിലുകളെ, ഈ മഹാമേരികളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച തമ്പുരാൻ. അതിന്റെ ഇടയിലൂടെ കറുകരുത്ത കരിമ്പാറ കെട്ടിന്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന കൊച്ചു കട്ടുറുമ്പിനെ, തിരറിയടിക്കുന്ന തിരമാലകളുടെ ഇടയിലൂടെ ഊളിയിട്ട് പോകുന്ന കൊച്ചു പരൽ മത്സ്യങ്ങളെ, ഈ കൈ ചിഹ്നം കളിക്കുന്ന കാട്ടാനകളെ, നിബിഡവനങ്ങളിലൂടെ നടന്നു പോകുന്ന ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ എന്ന് വേണ്ട ആകാശഭൂമിയുടെ ഇടയിലുള്ള സർവ്വതിനെയും, തരുക്കളെയും താരകങ്ങളെയും സർവ്വതിനെയും സൃഷ്ടിച്ച തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് അല്ലാഹുവേ. എന്റെ ജീവിതത്തിൽ നിന്നെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? കത്തിജ്വലിച്ചു നിൽക്കുന്ന പട്ടാപ്പകൽ പോലെ ചുറ്റുമൂലമുജുമാ മസ്ജിദിൽ പോയി ലോഹർ നമസ്കാരത്തിന് കൈകെട്ടുമ്പോ മരം കോച്ചുന്ന മാമരങ്ങളുടെ നടുവിൽ മരം കോച്ചുന്ന തണുപ്പത്ത് മഹനീയമായ മനസാന്നിധ്യത്തിന് വേണ്ടി മസ്ജിദിന്റെ നടുവിലോട്ട് കടന്നു ചെന്ന് സുബഹി നമസ്കാരത്തിന് കുളിരുന്ന പകലിൽ കൈകെട്ടി നിൽക്കുമ്പോഴും, വേർത്തൊലിച്ചു നിൽക്കുന്ന സന്ധ്യാസമയത്ത് മഗ്രിബിന് കൈകെട്ടി കിടക്കുമ്പോഴും, കണ്ണുകളിലേക്ക് നിത്യ തടികി വരുന്ന ഇശായിന്റെ രാത്രി നമസ്കാരത്തിന് കൈകെട്ടുമ്പോഴും അല്ലാഹുവിനോട് ഒരു ദിവസം ആവർത്തിച്ച് പറയുന്ന തൗഹീദിന്റെ മന്ത്രമേതാ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ, എന്റെ അടക്കങ്ങളിൽ, എന്റെ അനക്കങ്ങളിൽ, എന്റെ ചേട്ടകളിൽ, എന്റെ നിശ്ചേട്ടകളിൽ, എന്റെ വികാരങ്ങളിൽ, എന്റെ വിചാരങ്ങളിൽ, എന്റെ കിടപ്പുകളിൽ, എന്റെ ഇരിപ്പുകളിൽ, എന്റെ നിശ്വാസങ്ങളിൽ, എന്റെ ആശ്വാസങ്ങളിൽ, അല്ലാഹുവേ സർവ്വമേഖലകളിലും, അത് എപ്പോഴൊക്കെയാകട്ടെ, എന്റെ വ്യതകളിലാകട്ടെ, എന്റെ ശ്രദ്ധകളിലാകട്ടെ, എന്റെ ആവലാദികളിലാകട്ടെ, എന്റെ വേവലാദികളാകട്ടെ, എന്റെ ആദിയും എന്റെ വ്യാധിയും, എന്റെ ആവലാദിയും എന്റെ വേവലാദിയും, എന്റെ വ്യതകളും എന്റെ ശ്രദ്ധകളും, എന്റെ വൈഷമ്യങ്ങളും എന്റെ വൈക്ലഭ്യങ്ങളും, എന്റെ വൈതരണികളും, അല്ലാഹുവേ എന്റെ സന്തോഷങ്ങളിലും എന്റെ സന്താപങ്ങളിലും, എന്റെ സുഖങ്ങളിലും എന്റെ ദുഃഖങ്ങളിലും പടച്ച തമ്പുരാനെ, ഇലാഹായ തമ്പുരാനെ, ഒരു നിമിഷമെങ്കിലും ജീവവായു നഷ്ടപ്പെട്ടു പോയാലും നിന്നെ കുറിച്ച് മറക്കാൻ കഴിയുമോ? നിന്നെ നിരാകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിനെ മാറ്റി നിർത്താൻ കഴിയുമോ? ചുണ്ടുകളിലും മനസ്സുകളിലും ഒരേപോലെ തത്തിക്കളിക്കേണ്ട അല്ലാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലിയ തൗഹീദെന്ന് ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ റബ്ബിനെ ഓർക്കണേ. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ആദ്യം റബ്ബിനെ കുറിച്ച് പറയണേ. ആ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലെ തൗഹീദിന്റെ മന്ത്രം നമ്മോട് പറയാൻ പഠിപ്പിച്ചിട്ട് സൂറത്തുൽ ബഖറയിലോട്ട് വരുമ്പോൾ പഠിപ്പിക്കുന്നത് എന്താ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ.
സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത്തെ സൂറത്ത് തുടങ്ങുന്നു സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം. ഈ മൂന്നക്ഷരത്തിന്റെ അർത്ഥം അല്ലാഹുവേ, അല്ലാഹുവേ നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല, ഞാൻ അംഗീകരിക്കുന്ന തമ്പുരാനെ. സഹോദരങ്ങളെ, ഈ അക്ഷരത്തിന് പൂർണ്ണ വ്യാഖ്യാനം പറയാൻ ഇതേവരെ ലോകം കണ്ട പണ്ഡിത പടുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് റബ്ബിനെ അറിയൂ. ഈ ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം, എല്ലാം കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം. ജനിതക കോഡിന്റെ രഹസ്യ കോഡ് പോലും ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചേക്കാം. ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചപ്പോ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ആരും കണ്ടുപിടിക്കാത്ത ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചപ്പോ അന്ന് വൈറ്റ് ഹൗസിന്റെ നടുവിലിരുന്നിട്ട് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ പലതും മനുഷ്യൻ കാണാൻ തുടങ്ങി. ദൈവത്തിന്റെ രഹസ്യ ഭാഷ വായിക്കാൻ മനുഷ്യനെ കഴിയാൻ തുടങ്ങി. ഇനി ദൈവം ഒളിപ്പിച്ചു വെച്ച പലതും ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ലടാ നിനക്ക് കഴിയില്ല. ഇതിന്റെ വ്യാഖ്യാനം പറയാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ നിവർത്തിയാല് തൗഹീദിന്റെ മന്ത്രമായുമോ? പിന്നീട് ആല ഇമ്രാൻ വരുമ്പോ, സൂറത്തുൽ നിസാ വരുമ്പോ, സൂറത്തുൽ മായിദ വരുമ്പോ, മായിദ കടന്ന് അഹ്റാഫ് കടന്ന് അൻആം കടന്ന് യൂനുസ് കടന്ന് ഹിജ്ർ കടന്ന് ഇബ്രാഹിം കടന്ന് അങ്കബൂത്ത് കടന്ന് അഹ്സാബ് കടന്ന് കലം കടന്ന് അലക്ക് കടന്ന് 114ാമത്തെ അധ്യായത്തിലെത്തുമ്പോഴും അല്ലാഹുവിന്റെ ഖുർആൻ സമാപിക്കുന്നത് എങ്ങനെയാ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിന ശർരിൽ വസ്വാസിൽ ഖന്നാസ്. സർവജനങ്ങളുടെയും റബ്ബിനെ കൊണ്ടിട്ട് നീ കാവലിനെ തോന്നിക്കുന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.